പിണ്ടിമന പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥി പര്യടനം നടത്തി. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കൊപ്പം നേതാക്കളും പങ്കെടുത്തു. പിണ്ടിമന പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികളുടെ പര്യടനം ആയക്കാട് തൈക്കാവുംപടിയിൽ നിന്നാണ് ആരംഭിച്ചത്. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി. ചേലാട് ഇരപ്പുങ്കൽ ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം സണ്ണി പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. MM ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്തിലെ നെല്ലിക്കുഴി ഡിവിഷൻ സ്ഥാനാർത്ഥി TM അബ്ദുൾ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ സംസ്ഥാന സർക്കാർ കൃത്യമായി പ്ലാൻ ഫണ്ട് വിഹിതം വെച്ച് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന് തനത് ഫണ്ടുകളൊന്നുമില്ല, സർക്കാരിൻ്റെ ഗ്രാൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇതുപോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് 2010-15 കാലഘട്ടത്തിൽ ഈ പറയുന്ന വിധത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുവാൻ സാധിച്ചിരുന്നില്ല ബ്ലോക്ക് പഞ്ചായത്തിന്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ആ 2010-15 കാലഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി നിന്നുകൊണ്ടുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും 100% പദ്ധതി തുകയും ചെലവഴിച്ച ഒരു ഡിവിഷൻ അംഗമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ രേഖയുണ്ട്, ആ രേഖയെടുത്ത് പരിശോധിക്കാം. നേതാക്കളായ PM മുഹമ്മദ് അലി, ബിജു P നായർ, KP ശിവൻ, ഷാജി പീച്ചക്കര, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ SM അലിയാർ, ജിജി പുളിക്കൽ, ഗ്രാമപഞ്ചായത്തിലെ 14 സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, പിണ്ടിമന.